ബീഹാറിലെ പോലെ കേരളത്തിലും സാമുദായിക ജനസംഖ്യാ കണക്കെടുപ്പ് നടപ്പാക്കണമെന്ന് ലത്തീൻ കത്തോലിക്ക സഭ. ഡിസംബർ 3 ലത്തീൻ കത്തോലിക്ക ദിനത്തിൽ ദേവാലയങ്ങളിൽ വായിക്കാൻ തയ്യാറാക്കിയ ഇടയലേഖനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി അർഹിച്ചതിലധികം സംവരണം ഏർപ്പെടുത്തുക വഴി സാമാന്യനീതി തന്നെ അട്ടിമറിക്കപ്പെട്ടുവെന്നും പരാമർശിക്കുന്ന ലത്തീൻ കത്തോലിക്ക സഭ ഇടയലേഖനത്തിൽ വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും അന്യായമായി കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അധികാരികളുടെ പ്രതികരണം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നുവെന്നും, എന്നാൽ ചില പ്രബല സമുദായങ്ങൾക്കെതിരെയുള്ള കേസുകൾ ഒഴിവാക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി ലത്തീൻകാരോടുള്ള വിവേചനത്തിന്റെ ഉത്തമ നിദർശനമാണെന്നും എടുത്തുകാട്ടി. അധികാരം, പദവി, സമ്പത്ത് എന്നിവ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 3/4 ശതാബ്ദം കഴിഞ്ഞിട്ടും ചില ജനവിഭാഗങ്ങളുടെ കയ്യിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗത്തിൽ സാമുദായിക പ്രാതിനിധ്യത്തെ സംബന്ധിച്ച സ്ഥിതിവിവരക്കണക്കുകൾ സർക്കാർ പുറത്തുവിടണമെന്നും ലത്തീൻ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു. ബീഹാറിലെ പോലെ കേരളത്തിലും സാമുദായിക തലത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തി എത്രയും വേഗം നടപടി സ്വീകരിക്കേണ്ടതാണെന്നും കൂട്ടിച്ചേർത്തു. മത്സ്യത്തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയ വിവിധ വിഭാഗം അസംഘടിത തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ്. കാർഷിക മേഖലയും നാളിതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഈ രംഗത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും മാസങ്ങളായി നീണ്ടുനിൽക്കുന്ന മണിപ്പൂർ പ്രതിസന്ധി ഇനിയും പരിഹരിക്കാനായിട്ടില്ല എന്നതും അതീവ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണിതെന്നും ഇടയലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്കും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കുമെതിരെ ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ നടന്നുവരുന്ന അക്രമങ്ങൾ അടിയന്തരമായി അവസാനിപ്പിച്ച് ഭരണഘടന നൽകുന്ന സംരക്ഷണം എല്ലാ വിഭാഗങ്ങൾക്കും ഉറപ്പുവരുത്തുവാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സാമൂഹിക അവസ്ഥകൾ പഠിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനായി നിയോഗിക്കപ്പെട്ട JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം ഓരോ ലത്തീൻ കത്തോലിക്കനും ലഭ്യമായ എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തി സ്വയം ശാക്തീകരിക്കാൻ പരിശ്രമിക്കണം. പരസ്പരം പ്രോത്സാഹിപ്പിച്ചും സഹകരിച്ചും ശക്തമായ സാമൂഹിക വളർച്ച പ്രാപിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാമെന്ന ശ്രദ്ധേയ പരാമർശവും ഇതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്.